വണക്കം. കഴിഞ്ഞ ദിവസം അഖിൽ NRD എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ അഥവാ ഇൻഫ്ലുവൻസറുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത, അയാളുടെ ജീവിതത്തിൽ വളരെ വ്യക്തിപരമായിട്ട് നടത്തുന്ന ഒരു പ്രശ്നം, ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വലിയ കാട്ടുതീ പോലെ പടരുകയാണ്. അതേക്കുറിച്ച് ഞാനും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ അതിൽ വീഡിയോ ചെയ്ത് യഥാർത്ഥത്തിൽ ഇത് നല്ലതാണോ ഇത് ചീത്തയാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം നടത്താനല്ല, മറിച്ച് ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വിശകലനമായിരുന്നു എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഐ ലൈക്ക് ഇറ്റ്. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അതായത് ഇപ്പോൾ പല കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും അഥവാ ഇൻഫ്ലുവൻസേഴ്സും, എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് ഈ ഇൻഫ്ലുവൻസേഴ്സ്, എന്താണ് ഈ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്? 10 ലൈക്കും 4 ഷെയറും ഉണ്ടെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന കുറേ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ, ഇൻഫ്ലുവൻസിങ് എന്ന് പറയുമ്പോൾ സമൂഹത്തിന് നല്ലതെന്തെങ്കിലും ഈ ഇൻഫ്ലുവൻസർമാരെ കൊണ്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ബുൾ ജെറ്റ് എന്ന് പറയുന്ന ഒരു ടീം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ ബുൾ ജെറ്റ് എന്ന് പറയുന്ന ടീം നമ്മുടെ MVD ഓഫീസിൽ കയറി കാണിച്ച കന്നന്തിരിവും, MVD ഓഫീസിൽ കയറി അവർ കന്നന്തിരിവ് കാണിച്ചപ്പോൾ ഇവരിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ജെൻ ആൽഫ, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് 2013 ശേഷം ജനിച്ച ആൾക്കാരൊക്കെ ജെൻ ആൽഫ, 1997 ശേഷം ജനിച്ച ആൾക്കാരൊക്കെ ജെൻ സി, അതിനു മുമ്പ് ജനിച്ച എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ജെൻ ഔഷധി. ഇങ്ങനെയാണ് അവന്മാർ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പോൾ ഈ ജെൻ ആൽഫ എന്ന് പറയുന്ന ടീം ഈ MVDയുടെ ആ വിഷയമുണ്ടായ സമയത്ത് ഈ ബുൾജെറ്റിനെ വിട്ടില്ലെങ്കിൽ കേരളം കത്തും ഗായ്സ്, ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവും ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. അപ്പോൾ അതാണ് ഇവർ ഉദ്ദേശിക്കുന്ന സോ കോൾഡ് എന്താണ് ഇൻഫ്ലുവൻസിങ് അഥവാ ഇൻഫ്ലുവൻസർ എന്നൊക്കെ ഇവർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും അങ്ങനത്തെ ഒരുപാട് ഇൻഫ്ലുവൻസർമാർ നമ്മുടെ നാട്ടിലുള്ളൊരു കാലമാണ്. ഈ ഇൻഫ്ലുവൻസർമാരെല്ലാം കൂടെ താറെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ അഖിൽ NRDയുടെ വിഷയം, അത് ഓൺലൈൻ മീഡിയയാണ് ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, ഇത് ഊതി വീർപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. എടാ നാറി, നിനക്ക് വേറെ ജോലിയില്ലേ എന്ന് മറ്റേ കരിക്കിൽ ആ നായകൻ പറയുന്ന ഒരു മീമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്. എടാ, ഈ ഇൻഫ്ലുവൻസർമാർക്കിടയിൽ ഒരു പാരലൽ വേൾഡ് തന്നെ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാരലൽ വേൾഡിനകത്താണ് ഈ വിഷയം ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത്. എന്നിട്ട് ഈ ഇൻഫ്ലുവൻസർ ആ ഇൻഫ്ലുവൻസറുടെ ജീവിതം തകർന്നു പോകുമ്പോൾ അതിനെ താറടിക്കുന്നു, വേറെ ഈ ഇൻഫ്ലുവൻസറുടെ ജീവിതം തകരാനായിട്ട് കാത്തിരിക്കുന്നു. ഇവൻ ചത്താലും ചത്തില്ലെങ്കിലും 5 ചെന്ന് സഞ്ജയനെ എന്ന് പറഞ്ഞതുപോലെ വേറെ ഇൻഫ്ലുവൻസറുടെ ജീവിതം താറടിച്ച് കാണിക്കാനായിട്ട് തക്കം പാർത്തിരിക്കുന്നു. ഇതാണ് ഇവന്മാർക്കിടയിൽ നടക്കുന്നത്. ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന സംഭവം ഈ വിഷയം തൊട്ടിട്ടേ ഇല്ല. അഥവാ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവന്മാർ തന്നെ, അതായത് ഈ ഇൻഫ്ലുവൻസർമാർ തന്നെ കുത്തിപ്പൊക്കി അയ്യോ വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർക്കകത്ത് തന്നെ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തമ്മി തല്ലും അടിവിളിയും തെറിയും എല്ലാം തുടങ്ങിയ ശേഷമാണ് ഓൺലൈൻ മീഡിയസ് ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞ് അതിനകത്തോട്ട് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കാനായിട്ട് വരുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കാണാനിടയായി. അതും ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ ഇട്ട ഒരു പോസ്റ്റാണ്. ഇതാണ് ആ പോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ബാക്കിയുള്ളവർ ചെവി പൊത്തിക്കോ, ആശാൻ എന്തോ വലിയ തെറി വിളിക്കാൻ പോവുകയാണ്. മനസാക്ഷിയില്ലാത്ത ആൾക്കാരോട് മാത്രം പറയുന്ന ഓപ്പൺ ലെറ്റർ. എടാ ചെറ്റകളെ, ഒരാളുടെ ജീവിതം വച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? എൻ്റെ സുഹൃത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നു. ആ അവസ്ഥയിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവനെപ്പറ്റി അനാവശ്യം പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യാൻ നിനക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? എല്ലാം കണ്ടന്റ് ആക്കാൻ വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടന്റ് ആക്കാം? മരണ വീട്ടിൽ പോയി നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കുമോടാ? കുറച്ചൊക്കെ മനസാക്ഷി കാണിക്ക്. ഇതൊരു പോസ്റ്റിൽ ഒതുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ പറയിപ്പിക്കല്ലേ, ഇതോടെ നിർത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രമുഖ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഈ കാർഡ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. അതിൽ ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാം കണ്ടന്റ് ആക്കാമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കണ്ടന്റ് ആക്കാൻ പറ്റുന്നതെന്ന്. അത് ഇവിടുത്തെ ഇൻഫ്ലുവൻസർമാരെ ചേട്ടൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറയും. ഇവിടുത്തെ ഇൻഫ്ലുവൻസർമാരുടെ കണ്ടന്റ് ചേട്ടൻ കണ്ടിട്ടില്ലല്ലോ, കാണണം. അതായത് ബെഡ്റൂമിനകത്ത് വരെ ക്യാമറ കൊണ്ടുവച്ച് പല കുൽസിതങ്ങളും എടുത്ത് നാട്ടുകാരെ കാണിക്കും. നാട്ടുകാർ അത് കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും. അതിൽ ആനന്ദ തന്തുലിതരായി വീണ്ടും ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞ് ബെഡ്റൂമിനകത്ത് വരെ നടക്കുന്ന പല കാര്യങ്ങൾ, സെക്സ് ജോക്കുകൾ പോലും. അതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതവരിടും, അതവരുടെ സന്തോഷത്തിൻ്റെ മുഹൂർത്തമാണ്. അതങ്ങനെ ഇട്ടിട്ട് ആ സെക്സ് ജോക്കൊക്കെ ഇട്ട് നമ്മുടെ നാട്ടുകാരെ എത്ര ഇൻസ്റ്റാഗ്രാം ഐഡികളുണ്ടെന്നറിയാമോ? കപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന കുറേ ടീമുകളുണ്ട്. അതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. ഒരുപാട് കപ്പിൾ ഐഡികളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ആ കപ്പിൾ ഐഡികളിൽ പലതിലും എന്താണ്, സ്വന്തം ജീവിതം പണയം വെച്ചാണ് അവർ ഇൻഫ്ലുവൻസിങ് നടത്തുന്നത് എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ തന്നെ ഇഷ്ടം പോലെ, അതായത് നമ്മൾ കാണുന്ന പല സംഭവങ്ങളും ഉണ്ടല്ലോ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ സ്വകാര്യ
ഗംഭീരമായിട്ട് തന്നെ നമ്മൾ വച്ചിരിക്കേണ്ട പല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഇൻഫ്ലുവൻസർ. ചില സമയത്ത് അത് ഭയങ്കര വൾഗറായി പോകാറുണ്ട്. ഭാര്യ ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് പിറകിൽ വന്ന് ചന്തിക്കിട്ട് ഇങ്ങനെ അടിക്കുന്നു, ഭാര്യ തിരിഞ്ഞ് ഭർത്താവിൻ്റെ വേണ്ടാത്ത സ്ഥലത്ത് പിടിക്കുന്നു. ഇതൊക്കെയാണ് ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞ് ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞല്ലോ, എല്ലാം കണ്ടന്റ് ആക്കാമെങ്കിൽ നമുക്ക് എന്ത്. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ പല ഇൻഫ്ലുവൻസർമാരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്നിട്ട് വെരി ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ കമൻ്റ് ഇടും. അതേ ഇൻഫ്ലുവൻസറുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസറുടെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവന് കൈയടിച്ച് അതേ ജനം വന്ന് ചോദിക്കും, എന്താ മോനെ പ്രശ്നമെന്ന്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചേട്ടൻ അവരുടെ ജീവിതം വെച്ച് കളിക്കില്ലേടാ എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിത് മനം നൊന്താണ് പറയുന്നത്, സത്യമായിട്ടും ഞാൻ വളരെയധികം വിഷമത്തോടു കൂടിയാണ് പറയുന്നത്, മനം നൊന്താണ് പറയുന്നത്. ഇതൊക്കെ ഇൻഫ്ലുവൻസർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളൂ. എന്തായിരുന്നാലും ഇതിൻ്റെ താഴെ വന്നൊരു ഗംഭീരമായിട്ടുള്ളൊരു കമൻ്റ് ഉണ്ട്. ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ വരെ ക്യാമറ വെച്ച് തിന്നതും തൂറിയതും വയറ്റിലായത് മുതൽ കുഞ്ഞിൻ്റെ ജനനം, നൂലുകെട്ട്, പേരിടൽ എന്നിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് റീച്ചും കണ്ടൻറ്റും ഉണ്ടാക്കി തിരിച്ച് ഡാഷിൽ ഒരടി കിട്ടുമ്പോൾ ആരും ചർച്ച ചെയ്യാതെ ഷെയർ ചെയ്യാതെ ഇരിക്കണമെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റ് നല്ല റീച്ചും ഉണ്ടെങ്കിൽ അത് കാണുന്നവർ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. ഇതിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ നേരിടേണ്ടി വരും എന്നും അറിയണം. ഒരു മിനിമം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാകും. അഖിലിൻ്റെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട്, പിന്നെ ഇത് ചർച്ചയൊക്കെ ആവുമെന്നൊരു കോമൺ സെൻസ് അവനുണ്ടാകും. ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാകട്ടെ എന്നാണ് ഇയാൾ ഇതിന് താഴെ കമൻ്റായിട്ട് ഇട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇതാണ് ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് സ്വകാര്യത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സ്വകാര്യത എന്ന് പറയുന്ന സംഭവം ഇൻഫ്ലുവൻസർമാർക്ക് ഇല്ല. ചില ആൾക്കാരൊക്കെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു, അവനും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടെന്ന്. എന്തോന്ന് പേഴ്സണൽ ലൈഫ്, എന്തോന്നാണ് ഈ പേഴ്സണൽ ലൈഫ് ഇൻഫ്ലുവൻസർമാർക്കുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വന്തം ബെഡ്റൂമിനകത്ത് കൊണ്ട് ക്യാമറ വയ്ക്കുന്നു, ജനിച്ച് വീഴുന്ന മക്കളുടെ പ്രസവമടക്കം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിട്ടുമല്ല കാണിക്കുന്നത്, എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്, നാട്ടുകാരെ ആകർഷിക്കാനായിട്ടും അതുപോലും കാണിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും എന്തെങ്കിലും വീട്ടിലെ വിഷയം നടന്നാൽ അത് വെച്ച് സ്വന്തം ജീവിതത്തിൽ കണ്ടന്റ് ഉണ്ടാക്കി നാട്ടുകാരെ കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുന്ന നാട്ടുകാർ, അതായത് നിങ്ങളുടെ നൂലുകെട്ട്, നിങ്ങളുടെ പാലുകാച്ച്, നിങ്ങളുടെ പേര്, ഇതൊക്കെ കാണുന്ന നാട്ടുകാർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ സ്വാഭാവികമായിട്ടും അവരതും കാണും, അവരത് ചർച്ച ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇൻഫ്ലുവൻസർമാരെ നമുക്ക് മാറ്റി നിർത്താം. നമ്മൾ ഈ ഇൻഫ്ലുവൻസർമാരുടെ ജീവിതം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സിനിമാ നടിമാരുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവരാണല്ലോ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർമാരെന്ന് പറയുന്നത്. ഈ സിനിമാ നടന്മാരുടെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ പേഴ്സണൽ ലൈഫ് അവരെത്ര പവിത്രമായിട്ടാണ് സൂക്ഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അത് വളരെ ഗംഭീരമായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഒരു സിനിമാ നടൻ്റെ പേര് നമുക്കെടുക്കാം, പൃഥ്വിരാജ് സുകുമാരൻ. ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി രാവിലെ എഴുന്നേറ്റ് എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നൊരു സാധനം ഇടാറില്ല. ഇട്ടാൽ റീച്ച് കിട്ടാത്തത് കൊണ്ടാണോ ഇടാത്തത്? അത് ഇടാറില്ല. എന്നിട്ട് പറയുന്നു, പൃഥ്വിരാജിൻ്റെ മകളുടെ ഫോട്ടോ പോലും പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് വളരെ വിരളമായിട്ടാണ്. സുപ്രിയ മേനോൻ പൃഥ്വിരാജിൻ്റെ മകളുടെ ഫോട്ടോ അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ബർത്ത്ഡേ വരുമ്പോൾ സ്റ്റാറ്റസ് ആയിട്ട് ഒരു ഫോട്ടോ ഇടും. അതാണ് മാന്യത എന്ന് പറയുന്നത്, അതാണ് പേഴ്സണൽ ലൈഫ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഇൻഫ്ലുവൻസറാണ് ഇവിടെ അനുഷ്കയും വിരാട് കോഹ്ലിയും എന്ന് പറയുന്നത്. ഇവരുടെ മക്കളെ പടം എത്ര പേര് കണ്ടിട്ടുണ്ട്? സത്യം പറഞ്ഞ അമ്മയാണ്, ആ കൊച്ചിൻ്റെ മുഖം എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടില്ല. അവർ കാണിക്കില്ല, അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അതുകൊണ്ടാണ് എന്താണ് അവരത് കാണിക്കാത്തത്. അവരത് കാണിക്കാതെ അവരുടെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യമൊന്നും അവിടോട്ട് ചിലവാവാത്തത്. അങ്ങനെയുള്ള ജനങ്ങളുടെ പിറകെ പോകുന്ന മാധ്യമങ്ങളെയാണ് ഈ അമേരിക്കക്കാർ ഒരു പേരിട്ട് വിളിക്കുന്നത്, എന്താണ്? പാപ്പറാസികൾ. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് അർഹതപ്പെടാം. അല്ലാതെ ഇതാണ് എൻ്റെ ജീവിതം, എൻ്റെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ തുറന്ന് മലത്തി വയ്ക്കുകയാണ്, നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങളൊക്കെ ജനങ്ങളെ കാണിക്കുമ്പോൾ അവർ പ്രോത്സാഹിപ്പിക്കും. മോനെ, ചക്കരെ, മുത്തേ എന്നൊക്കെ വിളിച്ച്, നീ എൻ്റെ വീട്ടിലെ കൊച്ചിനെ പോലെയാണ്, നീ എൻ്റെ പറക്കാതെ പോയ മോനാണ് എന്നൊക്കെ അവർ പറഞ്ഞു വലിയ രീതിയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ അത് പ്രോത്സാഹിപ്പിച്ച് അതൊക്കെ കണ്ട് ആനന്ദ നിർവൃതി അടഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ പേഴ്സണൽ ലൈഫാണ്, ഇതിൽ ഇടപെടരുത് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. സത്യമായിട്ടും അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ലൈഫ് എന്ത് ചെയ്യണം? പേഴ്സണൽ ലൈഫായിട്ട് തന്നെ സൂക്ഷിക്കണമായിരുന്നു. പല ആൾക്കാരും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സ്വന്തം ജീവിതം കണ്ടന്റാക്കിയെടുത്ത് ആ ജീവിതം വെച്ച് പന്താടുന്ന ആൾക്കാരാണ്. എൻ്റെ അമ്മൂമ്മയുടെ തോർത്ത് കണ്ടോ ഗായ്സ്, എൻ്റെ അച്ഛൻ്റെ ലുങ്കി കണ്ടോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞാണ് കൂടുതലും കണ്ടന്റായിട്ട് ഓരോ ആൾക്കാർ ഇടുന്നത്.
ഈ കണ്ടന്റ് ചുരണ്ടി തിന്നാൻ വേറെ കുറേ അവന്മാരുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഇവന്മാർ കണ്ടന്റ് ഇടുന്നത് കാത്തിരിക്കും. അങ്ങനെ കണ്ടന്റ് ഇടുന്നത് കാത്തിരുന്നിട്ട് 45-50 മിനിറ്റാണ് ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ആ വ്ളോഗ് 50 മിനിറ്റും കുത്തിയിരുന്ന് കണ്ട് ആ വ്ളോഗിനകത്ത് എന്തെങ്കിലും പിടുങ്ങാനായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നിട്ട് ആ വ്ളോഗ് ഇങ്ങനെ ചുരണ്ടി എടുത്ത് തിന്നുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വേറെ ഉണ്ട് എന്നുള്ളത് വളരെ സ്തുത്യർഹമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിവൃത്തിയില്ല. അങ്ങനെ ഇൻഫ്ലുവൻസിങ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഓഡിറ്റിന് വിധേയമാകും. അതിനകത്ത് ഓൺലൈൻ മീഡിയയ്ക്കൊന്നും യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓൺലൈൻ മീഡിയ എന്തുകൊണ്ടാണ് നിങ്ങളെക്കാട്ടിലും വലിയ ആൾക്കാർ ഈ ലോകത്തുണ്ടല്ലോ. ഈ ലോകത്ത് നിങ്ങളെക്കാട്ടിലും വലിയ ആൾക്കാരുമുണ്ട്, ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള പല ആൾക്കാരുമുണ്ട്. അവരുടെ ഒന്നും ജീവിതത്തിൻ്റെ അകത്ത് ചുരണ്ടാനായിട്ട് അവർ പോകാറില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ഇനി സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇടുമ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഞാനിത് ആരെയും കുറ്റം പറയാനൊന്നും പറയുന്നതല്ല, എങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം, ക്വാളിറ്റി അങ്ങനെ സാധനമുണ്ട്. കണ്ടൻറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കിപ്പോൾ ഫണ്ണി ആയിട്ട് കണ്ടന്റ് ഇടണം എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇപ്പം ഞാൻ നോക്കുമ്പോൾ പാൻ ഇന്ത്യൻ ബ്രാഞ്ചിലെ പല നടനുമുണ്ട്, പല നടിമാരുമുണ്ട്. കരിക്ക് അങ്ങനെ പല നടനുമുണ്ട്, പല നടിമാരുമുണ്ട്. ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫ് എനിക്കറിയില്ല കേട്ടോ, സത്യമായിട്ട് എനിക്കറിയില്ല. ഈ അനൂകെ അനിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കരിക്കിനകത്തുണ്ട്. ലോലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായില്ല കരിക്കിൽ. ആ വ്യക്തിയുടെ പേര് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്നുള്ളതാണ്. അതെൻ്റെ ന്യൂനതയായിരിക്കും. അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊന്നും ഇവരുടെ പേഴ്സണൽ ലൈഫ്, ഇവരുടെ സ്വകാര്യ ജീവിതം എന്ന് പറയുന്ന സാധനം നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെക്കാറില്ല എന്നുള്ളതാണ്. കണ്ടന്റ് ഇടുമ്പോൾ അതിന് ക്വാളിറ്റി വേണം. പല ടൈപ്പിൽ കണ്ടന്റ് ഇടാം. ഫണ്ണി കണ്ടന്റ് ഇടുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. സ്വന്തം ജീവിതം വെച്ച് കിട്ടാം. എൻ്റെ ഒരു ഉപദേശമാണ്, വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ തള്ളികളെ, എല്ലാം നിങ്ങളുടെ കാര്യമാണ്. അതായത് ഫണ്ണി കണ്ടന്റ് ഇടുന്ന ആൾക്കാർ ഫണ്ണി ആയിട്ട് കണ്ടന്റ് ഇടുമ്പോൾ കരിക്കിനെ മാതൃകയാക്കിക്കൂടെ? നിങ്ങൾക്ക് പാൻ ഇന്ത്യൻ ബ്രാഞ്ചിനെ മാതൃകയാക്കിക്കൂടെ? അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ അവരെയൊക്കെ നിങ്ങൾക്ക് മാതൃകയാക്കിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ കക്കൂസി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഷഡ്ഡിയിൽ എത്ര ഓട്ടമുണ്ട് എന്നുള്ള കാര്യമാണോ കണ്ടന്റ് ആക്കി ഇടേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഈ എളിയവനായിട്ടുള്ള എൻ്റെ ഒരു സംശയം. ഞാൻ വലിയ മഹാനൊന്നുമല്ല, മണ്ടൻ തന്നെയാണ്. എങ്കിലും അങ്ങനെയുള്ളൊരു സംശയമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മലയാളത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റി കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു വ്യക്തിയാണ് ഷാരിഖ് ശംസുദ്ദീൻ എന്ന് പറയുന്നത്. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടൻറ്റൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുകളാണ്. വളരെയധികം എഡ്യൂക്കേഷൻ പർപ്പസോടുകൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടൻറ്റാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഗുണമേ ഉണ്ടാവുകയുള്ളൂ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ കണ്ടൻറ്റ് കാണാറുമുണ്ട്. ആ പുള്ളിയുടെ ഭാര്യ ആരാണ്? ആ പുള്ളി രാവിലെ എണീക്കുമ്പോൾ കഴിച്ചത് പുട്ടും പഴവുമാണോ? ആ പുള്ളി അപ്പിയിടുമ്പോൾ സെറയുടെ ക്ലോസറ്റിലാണോ ഇരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും അന്വേഷിക്കാൻ പോകുന്നില്ലല്ലോ. അവരും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർമാരായിട്ട് ഇരിക്കുന്ന ഒരാളാണല്ലോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അങ്ങനെ ആകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പാഷൻ ഉണ്ട്, പക്ഷേ ആ പാഷൻ ഫോളോ ചെയ്യുന്നത് യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ അതിൽ സ്വകാര്യ ജീവിതം കൊണ്ടുവരരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് വളരെയധികം അടുപ്പമുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വല്ലാത്തൊരു കഥ ചെയ്യുന്ന ബാബു രാമചന്ദ്രൻ ചേട്ടൻ. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, പേഴ്സണലായിട്ട് അടുപ്പമുള്ള വ്യക്തി, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ വ്യക്തി ഒരു കാര്യം അറിയാമോ? പുള്ളിക്കാരൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററോ ഒന്നും ആയിരുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസിൽ പുള്ളിക്കാരൻ കമ്പ്യൂട്ടറിൻ്റെ വള്ളി വലിക്കാൻ വന്ന് നിന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഇപ്പോൾ ഈ ലെവലിലെത്തി നിൽക്കുന്നത്. അങ്ങേരിടുന്ന കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി, അങ്ങേര് സോഷ്യൽ മീഡിയയിൽ കഥ പറയുന്ന ആ ഒരു രീതിയെ വെല്ലാൻ ഇന്ന് സത്യം പറഞ്ഞാൽ മറ്റൊരു ഇൻഫ്ലുവൻസർ വന്നിട്ടില്ല. ഇനി വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമെന്ന് പറയുന്നത് ബാബു രാമചന്ദ്രൻ പറയുന്ന കഥകൾ കേൾക്കാൻ തന്നെയാണ്. ആ മനുഷ്യൻ എങ്ങനെയാണ് ആ രീതിയിൽ എത്തിയെന്ന് അറിയാമോ? ഞാൻ ആ മനുഷ്യനുമായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി എന്നോട് പറയും, അതായത് ഈ പണിയുണ്ട് ഏഷ്യാനെറ്റിൽ, ഞാൻ കയറിയ പണിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് രണ്ടിനും കൂടെ സമയം കിട്ടുമോ? രാത്രി ഉറക്കം ഉളച്ചിരുന്ന് ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്, ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് അത് സ്ക്രിപ്റ്റാക്കി ഞാനത് സമർപ്പിക്കുന്നത്. അവർ തിരുത്ത് തരും, ആ തിരുത്ത് വീണ്ടും ഞാൻ വേറെ സ്ക്രിപ്റ്റാക്കും, എന്നിട്ട് ഞാൻ പോയി അവതരിപ്പിക്കും. ഇങ്ങനെ ചെയ്ത് അദ്ദേഹം ഇപ്പോൾ സ്വന്തം യൂട്യൂബ് ചാനൽ നടത്തി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസറായി നമ്മുടെ സമൂഹത്തിൽ. ഇൻഫ്ലുവൻസറിന് പുറമെ അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇൻഫ്ലുവൻസറായി അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ വളരെ സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ആയിക്കൂടാ? ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഒരുപാട് നമ്മുടെ സമൂഹത്തിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, പിന്നെ ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. ആ പണിയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. കുറേ കാലം സാറ്റലൈറ്റ് മാധ്യമത്തിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് ഞാൻ എടുത്തു വരുന്നത്. അതാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഇനിയിപ്പോൾ ജേർണലിസത്തിൽ എനിക്ക് PG ഇല്ലായിരുന്നുവെങ്കിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്. എൻ്റെ കൊച്ചു ബുദ്ധിയിൽ ഉദിച്ചു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഞാൻ പഠിച്ച ആ ഒരു ഇംഗ്ലീഷ് ഭാഷ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ആ പഠനം ഉണ്ടല്ലോ, ആ പഠനം അത് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് കണ്ടന്റ് ആക്കാൻ പറ്റും. ഞാൻ അങ്ങനെയായിരിക്കും ചിന്തിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് കണ്ടന്റ് ആക്കാം. ഇപ്പോൾ ഒരുപാട് പേര് ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഷോർട്സ് ആയിട്ടും റീൽസ് ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇടുന്ന ആൾക്കാരുണ്ട്. അതുപോലത്തെ ഒരു ഇൻഫ്ലുവൻസറായി ചിലപ്പോൾ ഞാൻ മാറിയേനെ. ഇനി നിങ്ങൾ പഠിച്ചത് എന്താണ്? നിങ്ങൾ പഠിച്ചത് ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾ ഒരു ബിസിനസ് എവിടെയെങ്കിലും തുടങ്ങുന്നു, നിങ്ങൾ തുടങ്ങുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ആ ബിസിനസ് തുടങ്ങുന്ന നിങ്ങളുടെ ബിസിനസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ഉടുക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വകാര്യ ജീവിതമാണ് എന്നുള്ളതാണ് എനിക്ക് വളരെ താഴ്മയോടുകൂടി നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ നമുക്കിടയിലുണ്ട്. ആ ഹെലൻ ഓഫ് സ്പാർട്ട ഈ ഇടയ്ക്ക് ഭീകരമായിട്ട് സോഷ്യൽ മീഡിയ ട്രോൾ ചെയ്തു. എന്തിനാണ് ട്രോൾ ചെയ്തത്? അവർ മദ്യപിച്ച് വാഹനം ഓടിച്ചു, പോലീസ് പിടിച്ചു കഴിഞ്ഞ ശേഷം അവർ നടത്തിയ ചില പരാമർശങ്ങളും പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ അതിഭീകരമായിട്ട് ട്രോൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. ഇതാണ് അവരുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഈ ഹെലൻ ഓഫ് സ്പാർട്ട എന്തിനാണ് സോഷ്യൽ മീഡിയ വിമർശിച്ചത്? ഇവർ മറ്റുള്ളവരുടെ ജീവിതം ഇതുപോലെ ജീവിതത്തിൽ തകർച്ച സംഭവിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാനായിട്ട് പോകുന്ന കൂട്ടത്തിൽ ഇവർ മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും പോലും ഇവർ വലിയ രീതിയിൽ എന്ത് ചെയ്തു? ക്ലാസ് നടത്തുന്നത് ഇവരുടെ അനുയായികളായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി മദ്യപിച്ച് ലെക്ക് കെട്ട് വണ്ടി ഓടിച്ച് പോലീസ് പിടിക്കുമ്പോൾ എന്തിനാണ് മദ്യപിച്ച് വണ്ടി ഓടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആക്രമണമാകുന്നത് എന്നെനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രധാനമായിട്ടും സ്വന്തം ജീവിതത്തെ എക്സ്പോസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മായിക ലോകമാണ്. നിങ്ങൾ കാണുന്നതൊന്നുമല്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ കാണുന്ന റീൽ എന്ന് പറയുന്നതല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ആ റീലിനപ്പുറം അവരുടെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരിക്കും. നമുക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. അവർ റീലിൽ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിൽ വീഴ്ന്ന് ഇതുപോലെ ആകണം എന്ന് പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്ന വേറൊരു ടീം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആയിട്ട് തന്നെ കാണുക. അത് നിങ്ങളെ ഉയർത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അല്ലാതെ സോഷ്യൽ മീഡിയ ഒരിക്കലും നിങ്ങളെ കാർന്ന് തിന്നാൻ പാടില്ല. സോഷ്യൽ മീഡിയയെ നിങ്ങളെ ഓഡിറ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ ഇട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ജീവിതം എന്തായിരിക്കണം? നിങ്ങളുടെ മാത്രം തീരുമാനങ്ങളായിരിക്കണം. സോഷ്യൽ മീഡിയ നിങ്ങളുടെ ജീവിതത്തെ തീരുമാനിക്കാനോ നിങ്ങളുടെ ജീവിതത്തെ തീരുമാനത്തെ സ്വാധീനിക്കാനോ ഇടവരുത്തരുത്. അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ സ്വകാര്യത സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്താതിരിക്കുക. ഒരു കൊച്ചു ജനിക്കുമ്പോൾ ആ കൊച്ചിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയെ പൊക്കി കാണിക്കുക. ഒരു ഫോട്ടോ ഒക്കെ ഇടാം, അതിൽ തെറ്റൊന്നുമില്ല. സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടാം, സ്റ്റോറി ആയിട്ടൊക്കെ ഇടാം. പക്ഷേ ഇത് കൊച്ചിൻ്റെ ഫോട്ടോ പൊക്കി കാണിക്കുക. പിന്നെ കൊച്ചിൻ്റെ വളർച്ച തൊട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ കുഞ്ഞ് വളരുന്നത് തൊട്ട് അപ്പിയിടുന്നതും ഭക്ഷണം കഴിക്കുന്നതും കുഞ്ഞ് സംസാരിക്കുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിലോട്ട് ഇടുകയാണ്. എന്ത് ചതിയാണ് നിങ്ങൾ ആ കുഞ്ഞിനോട് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ ആ കുട്ടി വളർന്ന് വലുതായി ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടാണോ ഒരു സ്കൂളിൽ പോകാൻ പോകുന്നത്? ആ സ്കൂളിൽ പോയി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ജീവിതം അപ്പം തന്നെ അവിടെ എക്സ്പോസ്ഡ് ആണ്. അതായത് ആ കുട്ടി വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവിടെയുള്ള വീട്ടുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, അവിടെയുള്ള ടീച്ചർമാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ കുട്ടി വളർന്ന് വലിയ ഒരു നിലയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ വളർന്ന് വരുമ്പോൾ അതിൻ്റെ ജീവിതത്തിനെ ഇത് ബാധിക്കും. കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ്. പിന്നെ ഈ കുട്ടി എന്ത് ചെയ്താലും ഈ കുട്ടിയുടെ ആ അത്തരത്തിലുള്ള വീഡിയോകളും ഈ കുട്ടിയുടെ സ്വഭാവം മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ഇവിടെയുള്ള ജനങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചു. പിന്നെ ഈ കുട്ടി എവിടെ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയ അതിനെ ഓഡിറ്റ് ചെയ്യും. എൻ്റെ മോന് ചായ കുടിക്കാറില്ല കേട്ടോ, എൻ്റെ മോന് പാലേ കൊച്ചു എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു കൊച്ചിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നാളെ അവൻ വളർന്ന് വലുതായി കുറച്ച് ഫേമസ് ആകുമ്പോൾ ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് അവൻ ചായ കുടിക്കണുണ്ട്, അത് മതി. അതെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് ഇവനെ വലിച്ചു കീറാനായിട്ട് കുറേ എണ്ണം ഉണ്ടാകും. കുറേ എണ്ണം കാറിനകത്തൊക്കെ ഇരുന്നുകൊണ്ട് വരും. ചായ കുടിക്കുന്ന അവനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം വരും. അങ്ങനെ കുറേ എണ്ണം ഇവൻ്റെയൊക്കെ ജീവിതത്തിൽ ഇത് നടക്കുമ്പോഴും ആൾക്കാരുണ്ടാവും ട്രോളാനും ഇതെടുത്ത് കണ്ടൻ്റ് ആക്കാനും. അപ്പോഴൊക്കെ ഇവർക്ക് വേദന മനസ്സിലാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ സ്വകാര്യത തുറന്ന് കാണിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പോം വഴി എന്ന് പറയുന്നത്. അത് നമുക്കിപ്പോൾ മനസ്സിലാവില്ല, കാരണം നമ്മൾ ജെൻസിയാണ്. മൈ ലൈഫ് മൈ റൂൾസ്, നീ ആരടാ പട്ടി പറയാൻ എന്നായിരിക്കും പല ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്നത്. കുറച്ച് വളർന്ന് നമുക്ക് പൊങ്ങിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കാൻ തുടങ്ങും. അധ്വാനിച്ച് ഒരു 3-4 EMI ഒക്കെ വന്ന് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ നമ്മൾ ആശുപത്രിയെ കൊണ്ട് കാണിക്കും. ഇപ്പോൾ അവരാണ് ആശുപത്രി കൊണ്ട് കാണിക്കുന്നത്. അവർക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖമൊക്കെ വന്ന് നമ്മൾ അവരെ ആശുപത്രി കൊണ്ട് കാണിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ ഇറങ്ങും. പോരാത്തതിന് നമ്മൾ വിവാഹം കഴിക്കും, കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടി വളർന്നിങ്ങനെ മുകളിലോട്ട് വരും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറയുന്ന ആ സാധനം അവിടെ നിന്നൊന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടേക്കൊന്ന് നോക്കണം. അപ്പോഴേ ഇത് മനസ്സിലാവും ചില ആൾക്കാർക്ക്. അല്ലാത്ത ആൾക്കാർ ഇപ്പോഴേ മനസ്സിലാകും, അവർ സ്വാഭാവികമായിട്ടും അതിനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ തള്ളിക്കളയുക. എനിക്ക് എന്തിനും. അപ്പോൾ ശരി.